ഇതുവരെ സംഭവിച്ച വാർത്തകൾ നോക്കാം. ന്യൂസ് അറ്റ് 9-ൽ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പ്രമുഖരെ ഇറക്കി ബിജെപി. ശാസ്തമംഗലത്ത് മുൻ ഡിജിപി ആർ ശ്രീലേഖ മത്സരിക്കും. പത്മിനി തോമസ് പാളയത്ത് സ്ഥാനാർത്ഥി. ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് 67 സ്ഥാനാർത്ഥികളെ. അഴിമതിരഹിത അനന്തപുരി ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ബീഹാർ രണ്ടാംഘട്ട വോട്ടെടുപ്പിലേക്ക് പരസ്യപ്രചാരണം അവസാനിച്ചു. ചൊവ്വാഴ്ച വിധിയെഴുതുന്നത് 122 മണ്ഡലങ്ങൾ. വോട്ടെണ്ണൽ 14-ന്. വന്ദേ ഭാരത് ഉദ്ഘാടനത്തിൽ ഗണഗീതം പാടിയതിനെ ചൊല്ലി വിവാദം തുടരുന്നു. റെയിൽവേയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് CPM. ഗണഗീതം RSS വേദിയിൽ പാടിയാൽ മതിയെന്ന് VD സതീശൻ. വിദ്യാർത്ഥികൾ ആലപിച്ചത് ദേശഭക്തി ഗാനമെന്ന് BJP. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ. അന്വേഷണം പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രി. പ്രസവത്തിനെത്തിയ യുവതിയുടെ മരണത്തിൽ ദുരൂഹ. തിരുവനന്തപുരം SAT ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. മരണകാരണം ആശുപത്രിയിൽ നിന്ന് ഏറ്റ അണുബാധയെന്ന് ശിവപ്രിയയുടെ കുടുംബം. കൈക്കുഞ്ഞുമായി ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം. ആരോപണം നിഷേധിച്ച ആശുപത്രി അധികൃതർ. റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗി മരിച്ചതിൽ വീഴ്ചയില്ലെന്ന് ഡോക്ടർമാർ. ചികിത്സ നടത്തിയത് മാനദണ്ഡങ്ങൾ പാലിച്ച്. ഡോക്ടർമാരുടെ മൊഴി തള്ളി വേണുവിന്റെ ഭാര്യ. നിയമപോരാട്ടം തുടരുമെന്ന് സിന്ധു ന്യൂസ് 18നോട്. ആരോഗ്യമന്ത്രിക്കെതിരെ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം. അട്ടപ്പാടിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് കുട്ടികൾ മരിച്ചതിൽ ഗുരുതര ആരോപണവുമായി അമ്മ. കൃത്യസമയത്ത് വാഹനം കിട്ടിയിരുന്നുവെങ്കിൽ ഒരാളെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. പ്രമോട്ടറെയും മെമ്പറെയും വിളിച്ചിട്ടും പ്രതികരിച്ചില്ലെന്നമ്മ. അതിദരിദ്രരില്ലെന്ന് പറയുന്ന മന്ത്രിമാർ അട്ടപ്പാടിയിലേക്ക് പോകണമെന്ന് പ്രതിപക്ഷ നേതാവ്. വടക്കൻ ജപ്പാനിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തി. ഭൂകമ്പമുണ്ടായത് പ്രാദേശിക സമയം വൈകിട്ട് 5 മണിയോടെ. ഇവാട്ടെ തീരത്ത് സുനാമി മുന്നറിയിപ്പ്. സഞ്ജു സാംസണെ ചെന്നൈ സൂപ്പർ കിങ്സിന് കൈമാറാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജ രാജസ്ഥാനിലേക്ക് എത്തിയേക്കും. ദക്ഷിണാഫ്രിക്കൻ താരം ഡവാൾട്ട് ബ്രെവിസിനെ കൂടി ആവശ്യപ്പെട്ട് രാജസ്ഥാൻ. തദ്ദേശ പോരിനൊരുങ്ങി അനന്തപുരി. തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിന് പ്രമുഖരെ സ്ഥാനാർത്ഥികളാക്കി BJP. ശാസ്തമംഗലം വാർഡിൽ മുൻ DGP ആർ ശ്രീലേഖ സ്ഥാനാർത്ഥിയാകും. VV രാജേഷ് കവടിയാറിൽ മത്സരിക്കില്ല. പകരം കൊടുങ്ങാനൂരിൽ സ്ഥാനാർത്ഥിയാവും. പാളയത്ത് മുൻ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷ പത്മിനി തോമസ്. തമ്പാനൂരിൽ മുൻ കോൺഗ്രസ് നേതാവ് തമ്പാനൂർ സതീഷ്. നേമത്ത് MR ഗോപൻ. പുന്നയ്ക്കാമുകളിൽ മുൻ കോൺഗ്രസ് നേതാവ് മഹേശ്വരൻ നായർ എന്നിവർ സ്ഥാനാർത്ഥികളാകും. 67 പേരുടെ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ BJP ജനങ്ങളോട് ചോദിക്കുന്നു ഒരു അവസരം. ഭരിക്കാൻ മാത്രമല്ല BJPന്റെ വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഒരു അവസരം ചോദിക്കുന്നു. ഈ വികസിത അനന്തപുരിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് വരുന്ന ദിവസത്തിൽ ഞങ്ങൾ കൃത്യമായി അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മുമ്പോട്ട് വയ്ക്കും. ജനങ്ങൾ മുമ്പിൽ വയ്ക്കും. വളരെ സന്തോഷമുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയിൽ അംഗീകരിച്ചു. വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ജനസേവനമാണ് ഇനി ഇപ്പോൾ ലക്ഷ്യം. അങ്ങനെ വലുത് ചെറുതെന്നൊന്നും ഇല്ലല്ലോ, എല്ലാം പ്രധാനമല്ലേ. നമ്മുടെ ഏറ്റവും അടിത്തറ അതാണല്ലോ. ഭരണം എന്ന് പറയുന്നതിന്റെ ത്രിതല പഞ്ചായത്തിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് വാർഡിനല്ലേ തുടങ്ങുന്നത്. അപ്പൊ അതൊന്നും അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നും ഇല്ല. സേവനം എവിടെയും സേവനമാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ BJPയും ആദ്യഘട്ടം സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 67 വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം പല VIPകളും ഈ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നതാണ്. മുൻ DGP കൂടിയായ ആർ ശ്രീലേഖ ശാസ്തമംഗലത്ത് നിന്ന് ജനവിധി തേടുകയാണ്. അതോടൊപ്പം പുന്നയ്ക്കാമുകളിൽ നിന്ന് മുൻ കോൺഗ്രസ് നേതാവ് മഹേശ്വരൻ നായർ, അതോടൊപ്പം പാളയത്ത് നിന്ന് മുൻ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷ കൂടിയായ പത്മിനി തോമസ്, തമ്പാനൂരിൽ നിന്ന് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തേക്ക് വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം VV രാജേഷാകും KS ശബരിനാഥനെതിരെ മത്സരിക്കുക എന്ന തരത്തിലുള്ള വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അത് മാറി മറിഞ്ഞിരിക്കുകയാണ്. വട്ടിയൂർക്കാവിന്റെ ഭാഗമായ
കൊടുങ്ങല്ലൂരിൽ നിന്നാകും VV രാജേഷ് മത്സര രംഗത്തേക്ക് എത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്നത്. അതോടൊപ്പം ശബരിനാഥിനെതിരെ ആര് മത്സര രംഗത്തേക്ക് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ അടുത്ത ദിവസമാകും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. അവിടെയാകും ഈ സർപ്രൈസായി കവടിയാറിലേക്ക് ആരെയാകും സ്ഥാനാർത്ഥിയാക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. എന്തായാലും വലിയ ആവേശത്തോടെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 5 വർഷത്തെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ പ്രവർത്തനങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇനി അധികാരത്തിലേക്ക് എത്തിയാൽ വികസിത അനന്തപുരി എന്ന ലക്ഷ്യം മുമ്പോട്ട് വെച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നാമതായി തലസ്ഥാനത്തെ എത്തിക്കുക എന്ന തരത്തിലായിരിക്കും പ്രവർത്തനമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തോടെയാണ് BJPയുടെ 1ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് സഖ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കാതെ PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്തെ UDF പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നും പൊന്മുണ്ടമടക്കം എല്ലായിടത്തും UDF സഖ്യമായി മത്സരിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പൊന്മുണ്ടത്ത് സജീവമായ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. നേതാക്കൾ ഇടപെട്ട് അതോടുകൂടി പ്രശ്നം തീരും. UDF ആയി മത്സരിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് വരില്ല പൊന്മുണ്ടത്ത്. അത് യാതൊരു സംശയവും ഇല്ല. ഇന്നത്തെ ചർച്ചയുടെ ഒരു ഗതി കണ്ടിട്ട് അങ്ങനെയാണ്. UDF സഖ്യം തന്നെ ആയിരിക്കും. UDF സഖ്യം തന്നെ ആയിരിക്കും. UDF ആയി തന്നെയാണ് മത്സരിക്കുന്നത്. മലപ്പുറത്ത് സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുള്ള അവസാനഘട്ട ചർച്ചകളിലാണ് UDF. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി അടയാള ബന്ധമുള്ള ഏക പഞ്ചായത്താണ് പാലക്കാട് അകത്തേത്ര. 1982 ഇന്ദിരാഗാന്ധി ഇവിടെയെത്തി ഹേമാംബിക ക്ഷേത്രം എന്ന കൈപ്പത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് പാർട്ടി ചിഹ്നം കൈപ്പത്തിയാക്കാൻ നിശ്ചയിച്ചത് എന്നാണ് അവിടെ പ്രചരിക്കുന്ന ഒരു കഥ. എന്നാൽ കോൺഗ്രസുമായി ഇത്രയും ആത്മബന്ധമുള്ള പഞ്ചായത്തിൽ ഒരു വാർഡിൽ പോലും കോൺഗ്രസ് മെമ്പറില്ല. കാലങ്ങളായി CPM ഭരിക്കുന്ന അകത്തേത്തറയിൽ BJP ആണ് പ്രതിപക്ഷം. മലമ്പുഴ മണ്ഡലത്തിലാണെങ്കിലും പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് അകത്തേത്തറ. 1982 ഇന്ദിരാഗാന്ധി പാലക്കാട് സന്ദർശിച്ചപ്പോൾ മുതിർന്ന നേതാവായ VS വിജയരാഘവനാണ് അന്ന് അകത്തേത്തറയിലെ കല്ലേക്കുളങ്ങര ഹേമാംബിക ക്ഷേത്രത്തിലേക്ക് ഇന്ദിരാഗാന്ധിയെ കൊണ്ടുപോയത്. ശ്രീകോവിലെ പ്രതിഷ്ഠ അനുഗ്രഹം ചൊരിയുന്ന 2 കൈപ്പത്തികളായതിനാൽ കൈപ്പത്തി ക്ഷേത്രമെന്നും ഇവിടം അറിയപ്പെടുന്നു. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇന്ദിരാഗാന്ധി കൈപ്പത്തി കോൺഗ്രസിന്റെ ചിഹ്നമാക്കാൻ നിശ്ചയിച്ചതെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ ചില മറുവാദങ്ങളൊക്കെ ഉണ്ടുതാനും. ചരിത്രം ഇങ്ങനെയൊക്കെയാണെങ്കിലും കോൺഗ്രസ് ഇപ്പോൾ അകത്തേത്തറ പഞ്ചായത്തിന്റെ ചിത്രത്തിലില്ല, ചരിത്രത്തിൽ മാത്രമേയുള്ളൂ. 2015 5 സീറ്റ് കിട്ടിയെങ്കിൽ 2020 1 സീറ്റും കിട്ടിയില്ല. ഈ ചരിത്രം മാറ്റിയെഴുതുമെന്നാണ് അകത്തേത്തറയിലെ കോൺഗ്രസുകാർ പറയുന്നത്. ഇവിടുത്തെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ട പദ്ധതികൾ രൂപീകരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ആളുകൾക്ക് കൃഷിയോഗ്യമായ തരിശുഭൂമികളെ കൃഷിയോഗ്യമാക്കുന്നതിന് തൊഴിലുറപ്പ് മേഖല എങ്ങനെ ഉപയോഗിക്കണമെന്നൊരു റിസർച്ച് നടത്തി അതിലേക്ക് ഉപകാരപ്പെടും. അതേപോലെ തന്നെ പാവപ്പെട്ട ഹരിജനങ്ങളും ഗിരിജനങ്ങളും അവർക്ക് താമസിക്കാനും അവരുടെ ജീവിത അന്തരീക്ഷങ്ങൾക്ക് മുന്നോട്ട് വരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. അതേപോലെ തന്നെ റോഡുകൾ മോശമായി കിടക്കുന്ന റോഡുകളൊക്കെ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടാകും. ഞങ്ങളുടെ പോരായ്മകൾ ഞങ്ങൾ ഈ 5 വർഷവും ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ആ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. മറുവശത്ത് BJPക്കാകട്ടെ വർഷം തോറും സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. 2015 5 സീറ്റ് നേടിയ BJPക്ക് 2020 അത് 7 ഉയർത്താനായി. ഇക്കുറി ഇടതുപക്ഷത്തെ അട്ടിമറിച്ച് ഭരണം നേടുകയാണ് ലക്ഷ്യമെന്ന് BJP അവകാശപ്പെടുന്നു. 2020 തെരഞ്ഞെടുപ്പിൽ 7 സീറ്റ് വിജയിക്കുകയും 5ഓളം സീറ്റുകൾ സെക്കൻഡ് വരികയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ ചെറിയ വ്യത്യാസത്തിലാണ് BJPക്ക് ഇവിടെ ഭരണം നഷ്ടപ്പെട്ടത്. ഇത്തവണ BJP വലിയധികം വിജയസാധ്യതയാണ് ഇവിടെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ഇത് തന്നെയായാലും നമുക്ക് ഇത്തവണ മൃഗീയ ഭൂരിപക്ഷം കിട്ടുകയും 13-ലധികം സീറ്റുകൾ BJP സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഇടതുപക്ഷത്തിന്റെ കുത്തക പഞ്ചായത്താണ് അകത്തേത്തറ. 3 പതിറ്റാണ്ടിലേറെക്കാലമായി ഇടതുപക്ഷം മാത്രം ഭരിക്കുന്ന പഞ്ചായത്ത്. ഇക്കുറിയും അത് തുടരുമെന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നു. ഇന്നത്തെ കോൺഗ്രസാണ് നാളത്തെ BJP എന്നും CPM. തുടർഭരണം എന്തായാലും ഉണ്ടാവും, അതിലൊരു സംശയമില്ല. കാരണം നമ്മൾക്കുള്ള വികസന പ്രവർത്തനങ്ങൾ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ജനങ്ങൾ ഒരിക്കലും കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയും നല്ലപോലെ ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാവരുടെയും കാണുന്ന പോലെ ഇപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. കോൺഗ്രസ് കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും BJPക്ക് ഇവിടെ വളർച്ച ഉണ്ടാവില്ല.
അതില്ലാത്തത് കൊണ്ടാണ് BJPയുടെ വളർച്ച ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. അത് LDFന് ബാധിക്കില്ല. വാർഡ് പുനഃക്രമീകരണത്തിൽ 2 എണ്ണം കൂടി അധികമായി ഉൾപ്പെട്ടതോടെ ഈ വർഷം മുതൽ 19 സീറ്റാണ് പഞ്ചായത്തിൽ. ഇടതുപക്ഷം ഭരണ തുടർച്ചയും BJP അട്ടിമറിയും അവകാശപ്പെടുമ്പോൾ കൈപ്പത്തി ഹേമാംബിക ക്ഷേത്രത്തിൽ മാത്രമായി ഒതുങ്ങുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ്. പ്രജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കോൺഗ്രസിൽ ഈഴവർ തഴയപ്പെടുകയാണെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. ഇക്കാര്യം രാഹുൽ ഗാന്ധിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. കെ സുധാകരനെ അനാവശ്യമായാണ് പാർട്ടി നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതെന്നും സച്ചിദാനന്ദ. ശ്രീ കെ സുധാകരൻ തഴയപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് എന്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കെ സുധാകരൻ മാത്രമല്ല, അദ്ദേഹം ജനിച്ചു വളർന്ന സമൂഹത്തിൽ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇന്ന് മുച്ചൂടും തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം ഞാനിവിടെ മലർക്കെ കാണുകയാണ്. അത് എനിക്ക് മറച്ചുവെക്കുവാൻ സാധിക്കുകയില്ല. ബിഹാർ അംഗം ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. അവസാന ദിവസമായി ഇന്ന് NDAയ്ക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കട്ടിഹാറിൽ റാലിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു. RJDക്കും ഇന്ത്യ സഖ്യത്തിനും കടുത്ത വിമർശനം ഉന്നയിച്ച മോദി അവസാന ദിവസങ്ങളിൽ ജംഗൽ രാജാണ് മുഖ്യമായും പ്രചാരണായുധമാക്കിയത്. രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖർഗെയുടെയും തേജസ്വി യാദവിന്റെയും നേതൃത്വത്തിലായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണം. 122 മണ്ഡലങ്ങളിലേക്കാണ് ചൊവ്വാഴ്ച 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ഈ മാസം 14-നാണ് വോട്ടെടുപ്പ്. തിരുവനന്തപുരം SIT ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. പ്രസവത്തിനെത്തിയ യുവതി മരിച്ചു. കരിക്കകം സ്വദേശി ശിവപ്രിയയാണ് മരിച്ചത്. SIT ആശുപത്രിയിൽ നിന്ന് ഏറ്റ അണുബാധയാണ് മരണകാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ശിവപ്രിയയുടെ കൈക്കുഞ്ഞുമായി കുടുംബം SIT ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധത്തിലിരുന്നു. സംഭവത്തിൽ 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രതിരോധത്തിലായിരിക്കുന്നതിനിടയിലാണ് വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പ്രസവത്തിന് ശേഷം അണുബാധയേറ്റ് ചികിത്സയിലായിരുന്ന തിരുവനന്തപുരം കരിക്കകം സ്വദേശിനിയായ മറ്റൊരു യുവതി കൂടി ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത്. ശിവപ്രിയ എന്ന യുവതിയാണ് ഇന്ന് ഉച്ചയോടെ മരണപ്പെട്ടത്. ഇവർ കഴിഞ്ഞ 22-ാം തീയതിയായിരുന്നു പ്രസവത്തിനായി SIT ആശുപത്രിയിലെ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം SIT ആശുപത്രിയിലെ പ്രസവത്തിന് ശേഷം ആരോഗ്യനില വഷളായതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ കഴിയുന്നതിനിടയിലാണ് ഇന്ന് മരണം സംഭവിച്ചിരിക്കുന്നത്. ചികിത്സാ പിഴവാണ് അവിടെ ഉണ്ടായത്. അതല്ലെങ്കിൽ കൃത്യമായി ചികിത്സ ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച സംഭവിച്ചു. അങ്ങനെയാണ് ഈ SIT ആശുപത്രിയിൽ നിന്ന് ഇത്തരത്തിൽ അണുബാധ ഏൽക്കാനിടയായ സാഹചര്യമെന്നാണ് ശിവപ്രിയയുടെ കുടുംബം തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കാണ് SIT ആശുപത്രിയുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പരിസരം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. BJP നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അവിടെ അരങ്ങേറിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹവും മെഡിക്കൽ കോളേജ് പരിസരത്ത് ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ഇത് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് ഈ BJP നേതാക്കളെയും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഈ ശിവപ്രിയയുടെ ബന്ധുക്കളുടെയും ഒക്കെ തീരുമാനം. പക്ഷേ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഔദ്യോഗികമായി വന്നിട്ടില്ല. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദീകരണം നൽകുമെന്ന് പറഞ്ഞെങ്കിലും കൃത്യമായ വിശദീകരണം നൽകാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കാം. അതിനിടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിന് ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതിയായിരിക്കും ഈ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തി ആരോഗ്യ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. പ്രസവശേഷം അണുബാധയുടെ ലക്ഷണം അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടായിരുന്നില്ലെന്ന് SIT അധികൃതർ. പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് വാർഡിലേക്ക് മാറ്റുകയും പിന്നീട് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തത്. ലേബർ റൂമിൽ അണുബാധയില്ലെന്നും SIT സൂപ്രണ്ട് വ്യക്തമാക്കി. നമ്മുടെ ലേബർ റൂം നമ്മുടെ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരം വളരെയധികം ഒരു തരത്തിലും ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ അണുവിമുക്തമായിട്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ മാസവും
മൈക്രോബയോളജി സർവെയിലൻസ് ചെയ്യുന്നതാണ്. ഇതിൽ എന്താണ് സംഭവിച്ചത്, അതുകൂടാതെ ഈ കുട്ടി വീട്ടിൽ പോയതിനു ശേഷമാണ് പനിയും ഛർദിലുമായിട്ട് വന്നിരിക്കുന്നതും. അത് വന്നപ്പോൾ തന്നെ അതീവ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദ്രോഗി മരിച്ച സംഭവത്തിൽ വീഴ്ചയില്ലെന്ന് ഡോക്ടർമാരുടെ മൊഴി. ചികിത്സയ്ക്ക് മാനദണ്ഡങ്ങൾ പാലിച്ചെന്നാണ് ഡോക്ടർമാർ നൽകിയ മൊഴി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉടൻ അന്തിമ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. ആരോഗ്യ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ടി കെ പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ആ സംഘമാണ് ഇപ്പോൾ പ്രാഥമികമായി ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് കാർഡിയോളജി വിഭാഗം മേധാവി ഉൾപ്പെടെയുള്ളവർ ഈ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് വേണുവിന്റെ ചികിത്സ നടത്തി വന്നത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി ഈ മരണം സംഭവിക്കുകയായിരുന്നു. നേരത്തെ തന്നെ പക്ഷാഘാതം വന്നിട്ടുള്ളയാളാണ് വേണു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്രിയാറ്റിൻ ലെവല് നോർമലാകാതെ ആൻജിയോഗ്രാം അടക്കം നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഒരു നോർമലായി എത്തിയതിനു ശേഷം മാത്രം മറ്റ് നടപടികളിലേക്ക്, അതായത് ഈ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു നിഗമനത്തിലേക്ക് അവർ എത്തിയത്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ചികിത്സാ പിഴവുകളോ വീഴ്ചകളോ സംഭവിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം. അത്തരത്തിലാണ് അവർ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ അത് തള്ളിക്കൊണ്ടാണ് വേണുവിന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. ആദ്യം പുറത്തുവന്ന ശബ്ദരേഖയിലടക്കം വലിയ തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വേണുവിന്റെ തന്നെ വാക്കുകളിൽ കേരളം കേട്ടതാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു ശബ്ദരേഖ കൂടി പുറത്തുവരുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും കുടുംബാംഗങ്ങളുടെ മൊഴി കൂടി വിശദമായി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ഡോക്ടർ ടി കെ പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് DMEക്ക് സമർപ്പിക്കുക. DMB ആയിരിക്കും തുടർന്ന് ആരോഗ്യവകുപ്പിൽ ആരോഗ്യമന്ത്രിയുമായി ഉൾപ്പെടെ കൂടിയാലോചിച്ച ശേഷം ഇതിന്റെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. വേണുവിന്റെ മരണത്തിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ മൊഴി തള്ളി വേണുവിന്റെ ഭാര്യ സിന്ധു. ആരും കൂടെയില്ലെങ്കിലും നിയമപോരാട്ടം തുടരുമെന്നും കൊല്ലാനുള്ള മരുന്നാണോ കൊടുത്തതെന്നും സിന്ധു ചോദിച്ചു. ആൻജിയോഗ്രാമിന് തള്ളി എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോൾ ഇതല്ല അവർ പറഞ്ഞത്. ആൻജിയോഗ്രാമിന് അപ്പോയിന്റ് ചെയ്ത ആളുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ചെയ്യാത്തതെന്നാ പറഞ്ഞത്. എന്തിനാണ് അവരിങ്ങനെ മാറ്റി മാറ്റി ഒരു ജീവൻ വെച്ചാണോ അവർ കളിച്ചത്? ഞാൻ ചോദിക്കട്ടെ, എന്നാൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം, ഈ പേഷ്യന്റിന് ഇത്രയും ക്രിട്ടിക്കൽ എന്തുകൊണ്ട് അവർ ICUലോട്ട് മാറ്റിയില്ല? അത് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റല്ലേ അവർ ചെയ്തത്. ICUലോട്ട് കയറ്റുന്ന കാര്യം പറഞ്ഞിട്ടില്ല, അവർ വാർഡിലോട്ടാണ് മാറ്റിയത്. OPയിൽ ചെന്നപ്പോഴും ഡോക്ടർ നോക്കിയിട്ട് വാർഡിലോട്ടാണ് മാറ്റിയത്. ഞങ്ങളെ ICUവിന്റെ കാര്യവും പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ അന്ന് ആ സമയത്ത് പുള്ളിയുടെ പൊസിഷൻ എന്താണെന്ന് ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ ബ്ലഡ് റിസൾട്ട് കൊണ്ട് കൊടുക്കുന്നു, നോക്കുന്നു, അച്ഛൻ ഓക്കെയാണ്, കുഴപ്പമില്ല, ബുധനാഴ്ച ചെയ്യാം, ചൊവ്വാഴ്ച ബുധനാഴ്ച ചെയ്യാം എന്നേ പറഞ്ഞിട്ടില്ല. അല്ല വേറെ ഒറ്റ കാര്യങ്ങൾ പോലും ആ ഡോക്ടറിനോട് പറഞ്ഞിട്ടില്ല. ബൈസ്റ്റാൻഡർ എന്തിനാണ് അവിടെ നിർത്തുന്നത്? അവർക്ക് ചോറും കറിയും വാങ്ങിച്ചു കൊടുക്കാൻ മാത്രമല്ല ബൈസ്റ്റാൻഡർ നിർത്തുന്ന. ഡോക്ടേഴ്സിനോട് ചിന്തിക്കാൻ പറയണം. 2 വളർന്ന പെൺമക്കൾ, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു നാഥനാണില്ലാതെ ഞങ്ങൾക്ക് മാത്രമേ നഷ്ടം ഉണ്ടായിട്ടുള്ളത്. അവരെല്ലാരും ഇപ്പൊ വെച്ച് കൈയൊഴിയുവാണ് അവരുടെ ഭാഗത്ത്. ഇത്രയും വലിയ തെറ്റ്, ഇത്രയും കണ്ടീഷൻ, ഇത്രയും ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്തുകൊണ്ട് അദ്ദേഹത്തെ ICUയിൽ കയറ്റി? ഞാൻ അവസാന സമയത്ത് ICUയിൽ കൊണ്ടുപോകുമ്പോൾ ICUയിൽ ആളുകൾ തിങ്ങി വിങ്ങി കിടക്കുമല്ലായിരുന്നു. 3-4 പേഷ്യൻസേ ഉള്ളൂ അതിനകത്ത് ആവശ്യത്തിനുള്ള സ്ഥലമാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയില്ല അവിടെ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗി മരിച്ചതിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം. സിസ്റ്റം നിരന്തരം തകരുകയാണെങ്കിൽ മന്ത്രി രാജിവെച്ച് പോകണം. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നും ഡോക്ടർമാരുടേത് ന്യായീകരണം മാത്രമെന്നും സതീശൻ. നിരന്തരമായി സിസ്റ്റത്തിന് ഫെയിലിയർ ആണെങ്കിൽ ഈ സിസ്റ്റത്തെ തകർത്തത് അവരാണ്. അവർ രാജിവെച്ച് ഇറങ്ങിപ്പോകണം. അവർ അയച്ചിരിക്കുന്ന അന്വേഷണത്തിന് വേണ്ടി റിപ്പോർട്ട് തേടും എന്ന് അവർ പറഞ്ഞിരിക്കുന്നതും അതിന്മേൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടും രണ്ടും കൂടി ഓൺലൈനുകളുണ്ട്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഞങ്ങൾ ഉന്നയിച്ച് ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചില്ലേ? കേരളത്തിലെ ആരോഗ്യരംഗം, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പരിതാപകരമായ അവസ്ഥയാണ്. കൃത്യസമയത്ത് വാഹനം കിട്ടിയിരുന്നുവെങ്കിൽ ഒരു കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കാമായിരുന്നുവെന്ന് അട്ടപ്പാടിയിൽ കെട്ടിടമിടിഞ്ഞ് വീണ് മരിച്ച കുട്ടികളുടെ അമ്മ ദേവി. പ്രൊമോട്ടറെയും മെമ്പറെയും വിളിച്ചിട്ടും ഒരു പ്രതികരണവും ഉണ്ടായില്ലെന്ന് കുട്ടികളുടെ അമ്മ പറയുന്നു. പാലക്കാട് അട്ടപ്പാടി കരുവാര ഊരിലാണ് പണി തീരാത്ത വീടിന്റെ സൺഷെയ്ഡ് ഇടിഞ്ഞു വീണ് 7ഉം 4ഉം വയസ്സുള്ള ആദിയും അജ്നേഷും ഇന്നലെ മരിച്ചത്. ഇന്നലെയുണ്ടായ ദുരനുഭവം നിറകണ്ണുകളോടെ പങ്കുവെക്കുകയാണ് കുട്ടികളുടെ അമ്മ ദേവി. വീടിന്റെ ചുമര് പൊട്ടിട്ട് ഭിത്തി കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് പൊട്ടി താഴെ വീണു. കുട്ടികളുടെ താഴായിരുന്നു, അതിന്റെ മേലെ ഇതായിരുന്നു.
മറ്റേ ഭിത്തി താഴെ പൊട്ടിട്ട്. പല തവണ ബന്ധപ്പെട്ടിട്ടും വാഹനം വരാത്തതിനാലാണ് സ്കൂട്ടറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത്. നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഒരാളെയെങ്കിലും തിരിച്ചു കിട്ടിയേനെ എന്ന് ഈ അമ്മ വിശ്വസിക്കുന്നു. വലിയവനൊക്കെ അനക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അമർത്തുമ്പോൾ ശ്വാസമൊക്കെ വിടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ വായൊക്കെ അനക്കുന്നുണ്ട്. പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ജീവനുണ്ടായിരിക്കും ഒരാളെങ്കിലും. അത്യന്തം ദുഃഖകരമായിരുന്നുവെന്നും ITDCക്ക് ഇത്തരം അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയേണ്ടതായിരുന്നുവെന്നും മണ്ണാർക്കാട് MLA N ശംസുദ്ദീൻ പ്രതികരിച്ചു. ആ വീട് അങ്ങനെ പണി പൂർത്തിയാകാതെ അൺഫിറ്റായിട്ട് കിടക്കുന്ന വീട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അതിനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അത് പൊളിഞ്ഞു വീഴാനും അപകടം സംഭവിക്കാനും സാധ്യതയുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ട് അത് നീക്കം ചെയ്യണമായിരുന്നു. സംഭവത്തിൽ മെമ്പറുടെ പ്രതികരണം ഇങ്ങനെ. ഇന്നലെ സൈലന്റ് വലിയ ഓട്ടോ ഉള്ളതുകൊണ്ട് ജീപ്പുകളൊക്കെ അങ്ങോട്ട് പോയിരുന്നു. പിന്നെ അവര് വിളിച്ച ഓട്ടോകളൊക്കെ പിന്നെ ഓരോ ഭാഗത്തായിരുന്നു. അവര് ഇതുപോലെ ഓട്ടം പോയിരിക്കുകയായിരുന്നു. അട്ടപ്പാടി സൈലന്റ് വാലിയോട് ചേർന്നാണ് കരുവാര ഉന്നതി. ഇവിടെ 8 വർഷമായി പണി പാതിയായി കിടക്കുന്ന വീടാണ് ഇടിഞ്ഞു വീണത്. അജയ് ദേവി ദമ്പതികളുടെ മക്കളായ ആദിയും അജ്നേഷും ബന്ധുവായ അഭിനയയും ഇവിടെ കളിക്കാൻ എത്തിയപ്പോഴായിരുന്നു അപകടം. അഭിനയ പരുക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 പാലക്കാട്. അട്ടപ്പാടിയിലേത് ദൗർഭാഗ്യകരമായ സംഭവമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതിദരിദ്രരില്ലെന്ന് പറയുന്ന മന്ത്രിമാർ അട്ടപ്പാടിയിലേക്ക് പോകണമെന്നും പ്രതിപക്ഷ നേതാവ്. നമുക്കറിയാലോ, ദൗർഭാഗ്യകരമായ കാര്യം. ഞാൻ തന്നെ അട്ടപ്പാടിയിൽ 2 പ്രാവശ്യം വിസിറ്റ് ചെയ്ത് ഇതെല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഗവൺമെന്റ് പറയുന്നത് ഇപ്പോൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ്. നിങ്ങൾ അട്ടപ്പാടിയിലൊക്കെ ഒന്ന് പോയി കാണാൻ പറയാം മന്ത്രിമാരോട്. അവിടുത്തെ സ്ഥിതി, കേരളത്തിൽ 1,16,000 ആദിവാസി കുടുംബങ്ങളുണ്ട്. അതിൽ അതീവ ദരിദ്രരുടെ പട്ടികയിൽ 6,400 പേരേ ഉള്ളൂ. കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയുമായി കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കൊരു ആക്സസ് പോലും ഇല്ല, ഒരു ആംബുലൻസ് പോലും ഇല്ല. വിളിച്ച ഒരു ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനം വിളിച്ചിട്ടാണ്. കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ, നിവർത്തിയില്ലാത്ത കുഞ്ഞുങ്ങളുടെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് കുഞ്ഞുങ്ങളുടെ അമ്മ പറയുന്നത്. തീർച്ചയായിട്ടും അത് ശരിയാണ്, അവിടുത്തെ യാഥാർത്ഥ്യമാണ്. അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണ്ടേ? ഗുരുവായൂർ ദേവസ്വം നിർമ്മിക്കുന്ന പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് 15 കോടി സംഭാവന ചെയ്ത് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി. ചെക്ക് ദേവസ്വം അധികൃതർക്ക് കൈമാറി രാവിലെ 7:30 മുകേഷ് അംബാനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ മാർഗമെത്തിയ മുകേഷ് അംബാനിയെ ദേവസ്വം ചെയർമാൻ VK വിജയൻ സ്വീകരിച്ചു. സ്വർണ്ണ വെള്ളി നിരക്ക്